പഴംപൊരി തരാം, ഞാൻ പഴംപൊരി തരാം. ഇച്ചിരി ചൂടുണ്ടേ. വെൽക്കം ടു റിമി ടോമീസ് ഒഫീഷ്യൽ. ഇന്ന് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റിയ ഒരു പഴംപൊരി, അതും സിമ്പിൾ. അതായത് ഓയിൽ വേണ്ട, മൈദ വേണ്ട, ഫ്രൈ ചെയ്യേണ്ട. ഞങ്ങൾ ഗീയിൽ ഇച്ചിരി നെയ്യ് നമുക്ക് മാത്രം യൂസ് ചെയ്തിട്ട്, അതായത് ഇപ്പം ഡയറ്റ് നോക്കുന്നവർക്കും ഇപ്പം കൊളസ്ട്രോൾ ഉള്ളവർക്കും വളരെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എപ്പോഴും പഴംപൊരി കഴിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പണ്ട് തൊട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 മണി പലഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴംപൊരിയാണ്. അത് ഞാൻ മിക്ക ദിവസവും ഞാൻ അത് തന്നെയാണ് കഴിക്കുന്നത്. പക്ഷേ ഈ അടുത്ത് പിന്നെ ഞാൻ ഒരു ഡയറ്റിലോട്ടൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഡെയിലി പഴംപൊരി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഐറ്റംസ് മൊത്തം ഞാൻ അങ്ങ് വേണ്ടാന്ന് വെച്ചു. അത് തന്നെ നമ്മുടെ ഒരു ലിവിങ് സ്റ്റൈലിൻ്റെ ഭാഗമായി. ഇപ്പം എനിക്ക് എണ്ണ പലഹാരം വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്നും പക്ഷേ ഇവിടെ തീരെ കഴിക്കലെന്നല്ല, വല്ല ഒരു ആഗ്രഹം തോന്നിയാൽ കടയിൽ നിന്ന് മേടിച്ചൊരു പഴംപൊരി കഴിക്കും, ബോണ്ട കഴിക്കും, പിന്നെ എന്താ കഴിക്കും, നമ്മൾ സുഗിയം കഴിക്കും, പരിപ്പോട് കഴിക്കും വല്ലപ്പോഴും. പക്ഷേ ഡെയിലി കഴിക്കണം, പഴംപൊരി കഴിക്കണം എന്നൊരാഗ്രഹം വന്നാൽ എന്ത് ചെയ്യുന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് എയർ ഫ്രയർ പഴംപൊരി എന്നുള്ളൊരു ഐഡിയ. ഇത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? കുട്ടിമണിക്ക് ഇഷ്ടമാണോ പഴംപൊരി? എത്ര ഇഷ്ടമാടാ? ഇത്ര ഇഷ്ടമാണ്. അത് പഴം പുഴുങ്ങിയതും ഇഷ്ടമാണ്. പഴംപൊരി ഇവർക്ക് 2 പേർക്ക് ഇവരുടെ ഫേവറേറ്റാ. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഈ എണ്ണയില്ലാത്ത മൈദയില്ലാത്ത പഴംപൊരി പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമോയെന്ന്. അതാണ്, നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇച്ചിരി നെയ്യും കൂടെ പുരട്ടി വെറുതെ അങ്ങ് വെച്ചാൽ മതി, പിള്ളേർക്കും വലിയ. പക്ഷെ ഇതിപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പഴം എന്ന് പറയുന്നത് അത്ര പഴുത്ത പഴമല്ല. ഇതേപോലെ ഒരു 2 ബനാന എടുത്തിട്ട് നമ്മൾ ഇതേപോലെ നല്ല രസമായിട്ട് നല്ല കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിലുള്ള പഴം അധികം പഴുത്തതല്ല. കടയിൽ നിന്ന് ഇപ്പം തന്നെ 1 കിലോ നേന്ത്രപ്പഴം മേടിച്ചേ ഉള്ളൂ. പക്ഷേ ഇതാണ് ഈ പഴംപൊരിക്ക് ടേസ്റ്റ് വരുന്നതിൻ്റെ അത്ഭുതം. ഈ പഴുക്കാത്ത പഴം വെച്ചാൽ പോലും ഇത് റെഡി ആയിട്ട് ഒരു 16 സെക്കൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് പുറത്ത് വരുമ്പോഴത്തേക്കും ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പഴംപൊരി ആയിട്ട് മാറും. ഇവിടെ എന്താന്നേ പരിപാടി? ഹായ് കുറ്റിമുനി. എന്തായാലും മൈക്കൊക്കെ വെച്ച സ്ഥിതിക്ക് ഒരു പാട്ട് പാടുന്നോ? റെഡി ആയിട്ടിരുന്നോ? ഞാൻ ആദ്യം ഈ പഴംപൊരി ഇച്ചിരി ഗീ പുരട്ടി നമ്മുടെ എയർ ഫ്രയറിലൊന്ന് വെച്ചേക്കട്ടെ. പഴം നല്ല ഷേപ്പിൽ നമ്മൾ 2 പഴമാണ് എടുത്തേക്കുന്നത്. അധികം പഴുക്കാത്തതാണെങ്കിൽ പോലും ഇത് ടേസ്റ്റ് ആയിട്ട് വരും. ഇതുവരെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടും, പിള്ളേർക്കും വലിയവർക്കും. പിന്നെ വളരെ എന്താ പറയുക, അസുഖങ്ങളൊന്നും വരാതെ, ഒരുപാട് എണ്ണയില്ലാതെ, വേറെ മൈദ ഇല്ലാതെ നമുക്ക് ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് കഴിക്കാം. ഞാൻ ഇച്ചിരി ഗീ എടുത്ത് ബ്രഷിൽ മുക്കി ഇതിലൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലേ കുട്ടിണി? വേണ്ട, നമ്മൾ നല്ല രസമായിട്ട് പഴംപൊരിയിലൊന്ന് തേച്ച് കൊടുക്കുക. കുട്ടാപ്പി കാണുന്നുണ്ടോ? എന്നിട്ട് ഇത് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് തേച്ച് വെക്കുക. വേറെ ഗീ എടുക്കണ്ട, ആ ഗീയിൽ തന്നെ വീണ്ടും തിരിച്ചിട്ടിട്ട് വേണ്ട ഒന്ന് തേച്ച് കൊടുക്കുക, തിരിച്ചിട്ടും തേക്കുക. ഇതാർക്കും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വളരെ. അതുകൊണ്ട് തന്നെ ഇത് കാണിക്കണം, ഇതിനെപ്പറ്റി അറിയത്തില്ലാത്തവർക്ക് കാണിക്കണം എന്ന് തന്നെ വിചാരിച്ചു. കാരണം ഇതെൻ്റെ എല്ലാ ദിവസവും ഇപ്പം എനിക്കിത് കഴിക്കണമെന്ന് തോന്നുവാന്നേ. കണ്ടോ, ഗീയിൽ ജസ്റ്റ് ഒന്ന് പുരട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് എയർ ഫ്രയർ പതുക്കെ ഓപ്പൺ ചെയ്യുക. കുറച്ച് ഗീ എടുത്തിട്ടുണ്ടല്ലോ, കുറച്ച് ഗീ എടുത്ത് ഇതിലൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അകത്ത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്ത് ഗീ ഇട്ടാലും മതി. ഇനി നിങ്ങൾക്ക് ഇതിൽ ഗീ ഇട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ഇതിൻ്റെ അകത്ത് ഗീ ഇടും, ഇതിലും ഗീ ഒന്ന് പുരട്ടി കൊടുക്കും. അപ്പം ഗീ അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പഴംപൊരി എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇടട്ടെ, പഴംപൊരി ഇടട്ടെ. നിങ്ങൾക്ക് ആവശ്യത്തിന് ഗീ ഉപയോഗിച്ചാൽ മതി. പിന്നെ ചിലവരുടെ വിചാരമുണ്ട് ഗീ ഭയങ്കര ചീത്തയാണ്, ഭയങ്കര ഓവർ കൊളസ്ട്രോൾ ആണ്. 1 സ്പൂൺ ഗീ കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ, നമുക്ക് ഫാറ്റ് എന്ന് പറഞ്ഞ സംഭവം വേണം ആവശ്യത്തിന്. അതുകൊണ്ട് ഗീ ഒരിക്കലും ഓവർ ആവാതിരുന്നാൽ മതി. വളരെ മിതമായ രീതിയിൽ ഗീ ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മുടെ ഒരു ഹെൽത്തി ഡയറ്റിൻ്റെ ഭാഗമാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഗീ. നമ്മൾ കണ്ടില്ലേ, കോഫിയിലൊക്കെ
ബട്ടർ കോഫി എന്നൊക്കെ പറഞ്ഞ് കഴിക്കാറില്ലേ എന്ന് പറഞ്ഞു. ഇതേ പഴംപൊരി എടുത്തു. എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഇതിൽ സൈഡിൽ ഈ 3 വരയിൽ ഞെക്കുമ്പോൾ ഓരോരുത്തരുടെ എയർ ഫ്രയർ ഓരോ ഇതാണിക്കും. നമ്മുടെ കയ്യിൽ 3 വര ഞെക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഈ ഫ്രൈഡ് ഐറ്റംസാണ്. ഇതിലാണ് ഞാൻ ഞെക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ടൈം ഞാൻ ഉദ്ദേശിക്കുന്നത് അധികം പഴുക്കാത്ത പഴമായതുകൊണ്ട് ഞാനൊരു 16 മിനിറ്റ് വെക്കുക. 16 മിനിറ്റ്. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തു. ഒത്തിരി നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് 12 മിനിറ്റോ 10 മിനിറ്റോ 12 മിനിറ്റോ ഒക്കെ വെക്കാം കേട്ടോ. ഇനി 16 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് തുറന്നാൽ പോരാ, 8 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് തുറന്നിട്ട് തിരിച്ചിടണം. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതൊന്ന് ഓർത്താൽ മതി. നമുക്ക് നല്ല പഴംപൊരി കഴിക്കണമെങ്കിൽ ഇച്ചിരി ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അത് നല്ല ഫ്രഷ് പഴംപൊരി അല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുന്നത് സയൻറ്റിഫിക്കലി സേഫ് ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് ചെയ്താൽ മതി. കാരണം ചില ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുന്നത്, കുട്ടിമണി മമ്മ ഒരു കാര്യം പറയട്ടെ, എല്ലാ ഭക്ഷണവും എയർ ഫ്രയർ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഗ്യാസിൽ തന്നെ കുക്ക് ചെയ്യുന്നതാണ് നല്ലതെന്നൊക്കെ ചിലർ പറഞ്ഞു കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എയർ ഫ്രയറിൽ കുക്ക് ചെയ്താൽ മതി. ഞാനാണേലും എയർ ഫ്രയറിൽ പഴംപൊരി മാത്രം തന്നെ ഞാനത് വെക്കുന്നുള്ളൂ. ശരി, ഒരാൾ ഇവിടെ മൈക്കൊക്കെ റെഡിയാക്കി വെച്ചു. കുട്ടിമണിയുടെ ഫേവറേറ്റ് സ്നാക്ക് എന്താ? 4 കോഫിയുടെ കൂടെ അവര് കോഫിയൊന്നും കുടിക്കില്ലല്ലോ. മിൽക്കിന്റെ കൂടെ കെലോക്സ് ആണോ? റസ്കും പാലും ആണോ? പിന്നെ പഴംപൊരി. ഇപ്പൊ ഏത് പാട്ടാ പാടാൻ പോണ? ഒരു മധുരക്കിനാവിനാണോ? ഇപ്പൊ എന്തായാലും പഴംപൊരി റെഡിയാവാൻ സമയമുണ്ട്. ഒത്തിരി പാടിയതാ. വേറെ പാട്ട് പാടാം. വേറെ പാട്ടാ. നമ്മൾ ഈ കണ്ണന്തുമ്പി ഒത്തിരി പാടിയില്ലേ, ഒരു മധുരക്കിന, അത് നല്ലായിരുന്നത്. എന്തെങ്കിലും വേറെ റീൽസിൽ എന്തെങ്കിലും വല്ലതും അറിയാവോ? എടാ മോനെ നമ്മൾ പറഞ്ഞു. വേറെ എന്തെങ്കിലും അറിയാവോ? പുതിയത് ഏതാണ്ട് കുതിരവട്ടത്തോട് വണ്ടി വിട്ടു എന്ന് പറയണ, എന്തോ വണ്ടി എടുക്കടാന്ന് പറഞ്ഞ, അതെന്തായിരുന്നു അത്? അത് ഗംഗയല്ലേ? അത് നമ്മൾ പറഞ്ഞല്ലേ? അത് ഏതായിരുന്നത്? കുതിരവട്ടത്തേക്കാ? ഒന്നുകൂടെ അങ്ങനെയല്ലേ ഉറക്കല്ലേ പറയണേ? ആണല്ലേ? എടാ മോനെ ഒന്നും കൂടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. എടാ മോനെ വണ്ടിയിടും. അതൊന്നും കൂടെ വേണോ? എന്താ പറ. ഗംഗ എവിടെ പോണത്? മണിച്ചിത്രത്താഴ്. ഇത് വണ്ടി ഇടെന്ന് പറഞ്ഞ വേറെ ഡയലോഗ് സിനിമയാ. ഗംഗയുടെ വേണോ? എന്നാ ശരി. ഗംഗ ഇപ്പോ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകണ്ട. ഗംഗ ഇപ്പൊ പോകണ്ടെന്ന് പറഞ്ഞ പോകണ്ട. ഗംഗയോടല്ലേ പറഞ്ഞ ഇപ്പൊ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകണ്ട. ഇവിടെ വേറെ ആൾക്കാരോട് ഗംഗ പോകണ്ട. ഗംഗ പോകണ്ടെന്നല്ലേ പറഞ്ഞ? ഗംഗ അതെ, രക്തത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഗംഗേ ഒന്നും പറ്റില്ലടാ, എന്റെ മുഖമൊന്നും പറ്റിയ. പഴംപൊരി തരാ ഞാൻ പഴംപൊരി തരാം കേട്ടോ. അത് കഴിഞ്ഞ് വേണം വണ്ടി എടുക്കണം എന്ന് പറയുന്നേ. പറ. എന്റെ കൊച്ചിന് എല്ലാരും ഒരു ക്ലാപ്പ് കൊടുക്കും. ഓ സൂപ്പറായി കേട്ടാ. അയ്യോ എന്ത് പറ്റി? മടുത്താ?
കുട്ടാപ്പി ഇത് കുട്ടിമണി സ്കോർ ചെയ്തു. നമ്മുടെ പഴംപൊരി ഇനി 14 മിനിറ്റ് ആണ് കാണിക്കുന്നത്. എന്തെങ്കിലും എനി ഐറ്റം റീൽസ് എന്തെങ്കിലും? ഇത് കുട്ടിമണി സ്പെഷ്യൽ ഡേ ആയി പോയി. ഏതാ വണ്ടിയാണോ? വണ്ടി എടുത്തു നമ്മൾ, ഇനി ഒത്തിരി പ്രാവശ്യം എടുത്തില്ലേ, ഇനി എടുക്കണോ? ആക്ഷൻ ഉണ്ടോ? എന്നാ എടുത്തോ. ഓ, ഫഹദ് ഫാസിലിന്റെ സിനിമയില് ഇലുമിനാട്ടി അല്ല ആവേശത്തിൽ ഇങ്ങനെ ഫഹദ് ഫാസിലിനെ അടിക്കുന്നു സീനിയേഴ്സ് അല്ലേ? അല്ല, ഫഹദ് ഫാസില് സീനിയേഴ്സിനെ അടിക്കുന്നു അല്ലേ? ഫഹദ് ഫാസിലിന്റെ ഫ്രണ്ട്സ്. ഞാൻ മറന്നുപോയി. ഇടിച്ചിട്ട് ആക്ഷൻ കാണിക്കും ഫഹദ് ഫാസിൽ. എങ്ങനെ ഇടിക്ക, ഞാൻ ഒച്ച എടുക്കാം. കാണാൻ പറ്റുന്നില്ല എനിക്ക്. എങ്ങനെ? ഓ ആന്ന് പറയോ? അതാണോ കാണിക്കണേ? അപ്പൊ അടിക്കുന്നു. എന്നാ അത് കാണിക്ക്. ഇത്രേ ഉള്ളൂ. കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം കേട്ടോ. ഒരു ഷോയ്ക്കുള്ള ഐറ്റം ആവുന്നില്ല. വേറെ ഉണ്ടോ? ഇനി എന്താ? ഐന്റെ സ്പെല്ലിങ്ങോ? എന്തൊക്കെയാ? അത്രേ ഉള്ളൂ. പിന്നെ ഈ കൂട്ടി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഐ കൂട്ടി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഒരു ലെറ്റർ വെച്ചിട്ട് എത്ര വേർഡ്സ് പറയാൻ പറ്റും? പറ. ഈ ഐ വെച്ചിട്ട്. ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം ഇല്ല, ഇപ്പൊ ഇല്ല ഇവിടെ. ഐസ്ക്രീം അയ്യാ. നീ ഇൻസെക്ട്. ഇങ്ക്. ഇഞ്ചക്ഷൻ ഉണ്ട്. അയ്യ. പഴംപൊരിയുടെ മണം വരുന്നുണ്ട്. തിരിച്ചിടാവുന്നതാവുന്നു. എന്നിട്ട് ഇഗ്ലു പറഞ്ഞു. ഇനി കുട്ടാപ്പിക്ക് അടുത്ത് ഒരു ടാക്സ്. സി വെച്ചിട്ട് എന്തൊക്കെ പറയാൻ പറ്റും? സി വെച്ച്. പിന്നെ കോട്ട്, പിന്നെ പക്ഷെ കുട്ടിമണി കുറച്ച് കൂടി. ഇനി എന്നോട് ചോദിക്കും, ഞാൻ പറയാം. ഏതൊരു ലെറ്റർ ചോദിക്കേ? യു. അംബ്രല്ല, യു ടേൺ, യൂസ്, UVWXYZ. പിന്നെ ഉസ്ബെക്കിസ്ഥാൻ. പിന്നെ ഉംബായി എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ട്, ഉംബായി ചേട്ടൻ. പിന്നെ ഉത്തരാഖണ്ഡ് ഒരു സ്ഥലമാണ്. ഉത്തരാഖണ്ഡ് എന്നൊരു സ്ഥലമാണ്. ഉത്തർപ്രദേശ്. പിന്നെ ഊഞ്ഞാൽ. ഊഞ്ഞാൽ മലയാളം പറയാം. ഊട്ടി മലയാളം. പക്ഷേ ഊഞ്ഞാൽ. ഉന്തിവിടൽ. ഉന്തിവിടൽ മലയാളത്തിൽ ഉന്തിവിടൽ. അതെ. ഉറക്കം. ഉണ്ണുന്നു. പോരെ? അപ്പൊ മമ്മ ജയിച്ചു. മമ്മ ജയിച്ചു. ഓക്കെ. അപ്പൊ നമ്മുടെ പഴംപൊരി ഏകദേശം ഇനി ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് തിരിച്ചിടാം. 8 മിനിറ്റായി. നമ്മളിത് തുറക്കാൻ പോവാണേ. അമ്മ കൈമാറ്റിക്കോ. കണ്ട എങ്ങനെ വന്നെന്ന് നോക്കിയേ? പഴംപൊരി എങ്ങനെ വന്നെന്ന് നോക്കിയേ? കണ്ട. ഇനി നമ്മളിത് തിരിച്ചിടാൻ പോവാം. ഒന്ന് ജസ്റ്റ് തിരിച്ചിട്ടാല് എല്ലാ സൈഡും ശരിക്കും ഇതാവുള്ളൂ. കൈ തൊടല്ലേ, നല്ല ചൂടാണേ. കൈ മാറ്റിക്കോ.
തിരിച്ചിട്ടു. ഇനി ഒരെണ്ണം മാത്രമേ തിരിച്ചിടാനുള്ളൂ. ഓക്കെ, അങ്ങനെ എല്ലാം സക്സസ് ആയി തിരിച്ചിട്ടു. നമ്മളിനി വീണ്ടും 8 മിനിറ്റ്, അതിൻ്റെ ബാക്കി 8 മിനിറ്റിലോട്ട് വെക്കാൻ പോവാ. യെസ്, ഫ്രൈഡേ വണ്ടിയോ ലൈസൻസ് ഒക്കെ കിട്ടിയോ? ആ, പിന്നെ സ്കൂൾ റേസിൽ പോയി. ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ പങ്കെടുത്തോ? പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ഏതാ? ബനാന ഫ്രൈയോ? സമ്മാനോ? അത് ഏത് സ്കൂളിൽ? സം കിഡ്സിൽ ബനാന ഫ്രൈ ആണോ കൊടുക്കണേ? കഴിക്കാൻ തരുന്നത് അല്ലേ? ഓക്കെ, ആ, സ്നാക്സ് ടൈമില്. ഓക്കെ, ആ, ഏതൊക്കെ ഫ്രണ്ട്സ് ആണല്ലോ കുട്ടിമണിക്ക്? സ്കൂളിലത്തെ പറഞ്ഞാ മതി. എസ്തർ, ലിയാപോൾ, വേദ. കുട്ടാപ്പിയുടെ ഒരു 3 ഫ്രണ്ട്സ് കളമശ്ശേരിയിലെ, രാജഗിരിയിലെ. നമ്മുടെ ഏകദേശം ടൈമായി. 9, 8, 7, 6, 5, 4, 3, 2. അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടാവോ? കൈമാറ്റിക്കോ. പഴംപൊരി എല്ലാം കണ്ടാ? അപ്പൊ ആദ്യം ആര് ടേസ്റ്റ് ചെയ്യും? ചൂടുണ്ടേ? ഇച്ചിരി ചൂടുണ്ട്. കുഞ്ഞാവയ്ക്ക് എങ്ങനെയാ തരിക? ചൂടുണ്ട്. 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 കഴിച്ചു വായി വെക്കുന്നതിന് മുമ്പേ കൈയാ വന്നത്. എങ്ങനെയുണ്ട്? ആണോ? ഇവരെന്ത് പറ്റി? അമ്മയോ? അപ്പൊ നിങ്ങൾക്കും ഈസി ആയിട്ട് വീട്ടില് എയർ ഫ്രയറിനൊന്നും വലിയ പൈസയൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പൈസയേ ഉള്ളൂ ഇത്. അപ്പൊ എണ്ണ ഇല്ലാണ്ട് കഴിക്കണമെങ്കിൽ, എല്ലാ ദിവസവും കഴിക്കണമെങ്കിൽ ഇത് നിങ്ങളുടെ ഫേവറേറ്റ് പഴംപൊരിയായി മാറും. എയർ ഫ്രയർ പഴംപൊരി. അപ്പൊ ബൈ ബൈ പറയാല്ലേ? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ. ഞങ്ങൾക്ക് 1 മില്യൺ. പ്രൈമിലോ?